നിറവിലേക്ക് സ്വാഗതം. ഒരു ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ തുടങ്ങുന്നതിന് മുൻപ് അതിലുള്ളതൊക്കെയും ആദ്യം മായ്ച്ചു കളയുന്നു. ഞാനാകുന്ന ബ്ലാക്ക് ബോർഡിൽ മായ്ച്ചു കളയുവാൻ ഒത്തിരി ഉണ്ടായിരുന്നു. വിശുദ്ധ ആൻസൽബർട്ടിന്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. ബിറ്റി ആലപിക്കുന്ന ഗാനമാണ് ആദ്യം. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനേ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനേ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും
കീർത്തിക്കും ഞാൻ എന്നേശുപരാ. കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ എന്നേശുപരാ. കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ. മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ. മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. നന്ദിയുള്ളവരായിരിക്കുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ബ്രദർ സിജു ആലഞ്ചേരിയാണ്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം ഒരുപാട് പേരുകളുണ്ട് അല്ലേ? ഒഫീഷ്യൽ നെയിമുണ്ട്, അൺഒഫീഷ്യൽ നെയിമുണ്ട്, ഫോർമലായിട്ട് നമ്മൾ അറിയപ്പെടുന്ന പേരുകളുണ്ട്, ഇൻഫോർമലായിട്ട് നമ്മളെ വിളിക്കുന്ന പേരുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നമ്മുടെ മകനെ വളരെ ഒഫീഷ്യലായിട്ട് അവൻ്റെ പേര് വിളിക്കുന്നു, അൺഒഫീഷ്യലായിട്ട് ഇൻഫോർമലായിട്ട് മോനെ, കുട്ട, ചക്കര എന്നൊക്കെ വിളിക്കുന്നു. ഇതൊക്കെ പേരുകളാണ്. പക്ഷേ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരൊറ്റ പേരേ ഉള്ളൂ. അതാണ് ബൈബിൾ പ്രകാരം ആത്മാവ്. നമുക്കെല്ലാം ഒരുപാട് ഒഫീഷ്യൽ പേരുകളുണ്ട്, ഔദ്യോഗികമായ പേരുകളുണ്ട്, അനൗദ്യോഗിക പേരുകളുണ്ട്, ഫോർമലായിട്ട് വിളിക്കപ്പെടുന്നു, ഇൻഫോർമലായിട്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ജ്ഞാനത്തിൻ്റെ പുസ്തകം പ്രകാരം നമ്മുടെ എല്ലാവരുടെയും പേര് ഒരൊറ്റ പേരാണ്, ആത്മാവ്. ഈ ഒരു ആത്മാവിനെക്കുറിച്ച് ദൈവത്തിന് എപ്പോഴും ഒരു വലിയ സ്വപ്നമുണ്ട്, ഒരു വലിയ ആഗ്രഹമുണ്ട്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ദൈവത്തിൻ്റെ വചനമല്ലേ? ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഈ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ഒരു ആത്മാവിൻ്റെ പ്രവാസ കാലഘട്ടം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്. ഏറിയാൽ 70 പ്രവാസകാലം തീരും, അല്ലെങ്കിൽ 80 പ്രവാസകാലം തീരാൻ 70 അല്ലെങ്കിൽ 80, അതിന് മുൻപോട്ടും പോകാം പുറകോട്ടുമാവാം. പക്ഷേ ഈ ഒരു പ്രവാസകാലം ആത്മാവ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, എപ്പോഴും ഒരു ആനന്ദത്തോടെ ഇരിക്കണം. ഒരേ കാര്യം വീണ്ടും വീണ്ടും പറയാൻ എനിക്ക് മടുപ്പില്ല എന്നാണ് സെയിൻറ്റ് പോൾ പറയുക. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. ദൈവത്തിൽ, കർത്താവിൽ എപ്പോഴും നിങ്ങൾ ആനന്ദിക്കുവിൻ. ഈശോയെക്കുറിച്ച് നമ്മൾ സുവിശേഷങ്ങൾ കാണുന്നുണ്ട്. അവൻ ആത്മാവിൽ ആനന്ദിച്ച്. ചിന്തിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകനായ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പായിൽ കൂടി ഈ ലോകത്തോട് പറഞ്ഞ ഔദ്യോഗികമായ പ്രമാണരേഖകൾ, ചാക്രിക ലേഖനങ്ങൾ, അതിൻ്റെ എല്ലാം ഒരു കോമൺ ത്രെഡ് എന്താ? ആനന്ദമാണ്. സുവിശേഷത്തിൻ്റെ ആനന്ദം, കുടുംബജീവിതത്തിൻ്റെ ആനന്ദം. സുവിശേഷത്തിൻ്റെ സുഖം, രസം, സന്തോഷമല്ല, മറിച്ച് ആനന്ദമാണ്. കുടുംബജീവിതത്തിൻ്റെ സുഖം, രസം വെറും സന്തോഷമല്ല, ആനന്ദമാണ്. അതുകൊണ്ട് ആത്മാവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറഞ്ഞാൽ ഈ പ്രവാസ കാലഘട്ടത്തിൽ ആനന്ദത്തോടെ ജീവിക്കുക. ഇനി നമ്മുടെ ആത്മാവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കയ്പുനീരെന്ന് പറഞ്ഞാൽ ആനന്ദമില്ലാതെ ഈ പ്രവാസകാലം ഈ മണ്ണിനോട് വിട പറഞ്ഞ് അങ്ങ് പോവുക എന്നുള്ളത്. അതൊരു ദുരന്തമാണ്. ഇനി എപ്പോഴും ഒരു മനുഷ്യന് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ? പറ്റും.
പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തിൽ പറയില്ല. എപ്പോഴും സന്തോഷിക്കണമെന്ന് പറഞ്ഞാൽ സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണല്ലോ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ. ഇനി എങ്ങനെയാണ്? 1-2 ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നെ കേൾക്കുന്നവരെ, ഒരു മനുഷ്യന് നിങ്ങളുടെ പ്രായം ചിന്തിച്ചുകൊള്ളുക. 40 വയസ്സ്, 15 വയസ്സ്, 35 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ്, എത്രയും ആവട്ടെ, നിങ്ങളുടെ ഈ പ്രായത്തിനിടയിൽ നിങ്ങൾ വെറും 4 വ്യക്തികളെ മാത്രമേ പരിചയപ്പെട്ടിട്ടുള്ളൂ, അഥവാ 4 സംഭവങ്ങൾ മാത്രമേ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. ആർ യു കൺഫ്യൂസ്ഡ്? ഐ റിപ്പീറ്റ്, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിനിടയിൽ വെറും 4 വ്യക്തികളെ മാത്രമേ പരിചയപ്പെടുന്നുള്ളൂ. വെറും 4 സംഭവങ്ങളിൽ കൂടി മാത്രമേ ഒരു വ്യക്തി കടന്നു പോകുന്നുള്ളൂ, ഒരു ആത്മാവ് കടന്നു പോകുന്നുള്ളൂ. എന്താണ് ആ സംഭവങ്ങൾ? ആരാണ് ആ വ്യക്തികൾ? ഒന്നാമത്തെ വ്യക്തിയുടെ പേരാണ് ഗുഡ് പീപ്പിൾ, ഗുഡ് ഇൻസിഡൻസ്. നല്ല വ്യക്തികൾ, നല്ല സംഭവങ്ങൾ. ശരിയല്ലേ? ഓർക്കാൻ ഇഷ്ടമുള്ള, ഓർക്കുമ്പോൾ സന്തോഷാശ്രുക്കൾ, സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന ചില ഗുഡ് പീപ്പിൾ ആൻഡ് ഗുഡ് എക്സ്പീരിയൻസ്. ഇനി രണ്ടാമത്തെ വ്യക്തികളുടെ പേരാണ്, സംഭവങ്ങളുടെ പേരാണ് ബാഡ് പീപ്പിൾ ആൻഡ് ബാഡ് എക്സ്പീരിയൻസ്. ശരിയല്ലേ? നിങ്ങൾക്കുമുണ്ട്, എനിക്കുമുണ്ട്, ലോകത്ത് മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കുമുണ്ട്. ഓർക്കുമ്പോൾ കണ്ണു നിറയുന്ന, മറ്റേത് സന്തോഷാശ്രുവാണ്, സന്തോഷം കൊണ്ട് കണ്ണു നിറയുകയാണ്. പക്ഷെ ഇത് ചിലപ്പോൾ സങ്കടം കൊണ്ട്, ദണ്ണം കൊണ്ട് നമ്മുടെ കണ്ണു നിറയാറുണ്ട്. ചില വ്യക്തികൾ, ചില സംഭവങ്ങൾ, ചില സാഹചര്യങ്ങൾ. ബാഡ് പീപ്പിൾ, ബാഡ് എക്സ്പീരിയൻസ്. ഇനി മൂന്നാമത്തേതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്, ബെസ്റ്റ് പീപ്പിൾ ആൻഡ് ബെസ്റ്റ് ഇൻസിഡൻസ്. ഓർത്താൽ, ജന്മം നൽകിയ മാതാപിതാക്കന്മാർ ബെസ്റ്റ് പീപ്പിളാണ്. ആദ്യാക്ഷരം കുറിച്ചു തന്ന ഗുരുക്കന്മാർ, ആത്മീയതയുടെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിച്ച ആത്മീയ പാലകർ എല്ലാം ഗ്രേറ്റ് പീപ്പിൾ ആൻഡ് ബെസ്റ്റ് പീപ്പിളാണ്. അതുപോലെയുള്ള ചില സംഭവങ്ങൾ, ചില ഇൻസിഡൻസ്, അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവരെ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ബെസ്റ്റ് ഇൻസിഡൻസ് ആണ്. പക്ഷെ അവിടെ കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ജീവിതത്തിൻ്റെ ഒരു കംപ്ലീഷൻ, ഒരു പൂർണ്ണത വേണമെങ്കിൽ 4 ആൾക്കാരെ കൂടി പരിചയപ്പെടണം. ഈ 4 ആൾക്കാരുടെ പേരാണ് വേഴ്സ്റ്റ് പീപ്പിൾ, വേഴ്സ്റ്റ് എക്സ്പീരിയൻസ്. ഒരിക്കലും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില വ്യക്തികൾ, ചില സംഭവങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇനി ഈ 4 വ്യക്തികളെയും ഈ 4 സംഭവങ്ങളെയും മുൻപിൽ നിർത്തിയിട്ട് വേണം ഒരാത്മാവ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ദൈവത്തിൻ്റെ വചനം, സുവിശേഷത്തിൻ്റെ ആനന്ദം, കുടുംബജീവിതത്തിൻ്റെ ഒക്കെ ആനന്ദം എന്ന ആ പ്രബോധന രേഖയിലെ ആനന്ദം എന്ന വാക്കിനെ ഡിഫൈൻ ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, ബി ഗ്രേറ്റ്ഫുൾ ടു ഗാഡ്. ഒരു മനുഷ്യൻ, ഒരാത്മാവ്, ഒരു വ്യക്തി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനുള്ള ഒരു കുറുക്കുവഴി, ഒരു പ്രാക്ടിക്കൽ ടിപ്പ്, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: ഗ്രാറ്റിറ്റ്യൂഡ്. കൃതജ്ഞതയുടെ മനോഭാവത്തിലേക്ക് നമ്മൾ വളരണം. നമുക്കെല്ലാം അറിയാം, 50-ാം സങ്കീർത്തനം വളരെ പ്രശസ്തമല്ലേ? കൃതജ്ഞതയാണ് ദൈവത്തിന് സ്വീകാര്യമായ ഏറ്റവും വലിയ ബലി. ഈശോ പോലും ചോദിക്കുന്നില്ലേ, സൗഖ്യമായവർ 10 പേരല്ലേ, ബാക്കി 9 പേരെവിടെ? ഈ വിജാതീന് മാത്രമേ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ, കൃതജ്ഞതയുടെ, നന്ദിയുടെ ഒരു മനോഭാവം ഉണ്ടായുള്ളല്ലോ. ബാക്കി 9 പേരെവിടെ? ദൈവം പോലും ആഗ്രഹിക്കുന്ന ഒരു വലിയ പുണ്യമാണ്, ഒരു വലിയ ക്വാളിറ്റിയാണ് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞതയുടെ മനോഭാവം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കുക. ആരെക്കുറിച്ച്? എന്തിനെക്കുറിച്ച്? ഗുഡ് പീപ്പിൾ, ബാഡ് പീപ്പിൾ, ബെസ്റ്റ് പീപ്പിൾ ആൻഡ് വേഴ്സ്റ്റ് പീപ്പിൾ. ദൈവത്തോട് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാവുക, കൃതജ്ഞതയുടെ മനോഭാവം ഉണ്ടായിരിക്കണം. എന്തിനെ ഓർത്ത്? ഗുഡ് ഇൻസിഡൻസ്, ബാഡ് ഇൻസിഡൻസ്, ബെസ്റ്റ് ഇൻസിഡൻസ് ആൻഡ് വേഴ്സ്റ്റ് ഇൻസിഡൻസ്. വളരെ മനോഹരമായ ഒരു ചിന്തയുണ്ട്. ഗുഡ് പീപ്പിൾ ആൻഡ് ഗുഡ് ഇൻസിഡൻസ് ഗീവ് യു ഹാപ്പിനെസ്. ജീവിതത്തിൽ ദൈവം നമുക്ക് ഈ ഗുഡ് പീപ്പിളിനെ, നല്ല മനുഷ്യരെ, നല്ല സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ തരിക നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കാനാണ്. ആൻഡ് ബാഡ് പീപ്പിൾ ഗീവ് യു എക്സ്പീരിയൻസസ്. ജീവിതത്തിൽ ചില അനുഭവങ്ങൾ തരാൻ വേണ്ടിയാണ്, ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം ചില ബാഡ് പീപ്പിളിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വിടുക. ബെസ്റ്റ് പീപ്പിൾ ഗീവ് യു സ്വീറ്റ് മെമ്മറീസ്.
നമ്മളിപ്പോഴും ഓർത്തിരിക്കുന്ന ചില നല്ല നല്ല ഓർമ്മകൾ അയവർക്കുമ്പോൾ, ചില സംഭവങ്ങൾ, ചില വ്യക്തികളെ പറ്റിയുള്ള ഓർമ്മകൾ, ഇതുപോലെയുള്ള മധുരതരമായ ഓർമ്മകൾക്ക് വേണ്ടിയാണ്, സ്വീറ്റ് ആൻഡ് ബെസ്റ്റ് മെമ്മറീസിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഈ ബെസ്റ്റ് പീപ്പിൾ ആൻഡ് ബെസ്റ്റ് ഇൻസിഡൻസിനെ നൽകുക. അപ്പോൾ വാട്ട് അബൌട്ട് വേഴ്സ്റ്റ് പീപ്പിൾ ആൻഡ് വേഴ്സ്റ്റ് ഇൻസിഡൻസ് ഗീവ് യു എ ലെസൺ. ഒരുപാട് പാഠം പഠിച്ചില്ലേ? ചില വ്യക്തികൾ നിങ്ങളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചില്ലേ? ചില സംഭവങ്ങൾ നിങ്ങളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചില്ലേ? ഒരുപക്ഷെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ഒക്കെ തരുന്നതിനേക്കാളും വലിയ പഠനങ്ങൾ, വലിയ പരിശീലനങ്ങൾ ചില വ്യക്തികൾ, ചില ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ചില്ലേ? ഈ വ്യക്തികളും ഈ സംഭവങ്ങളും ദൈവമായിട്ട് നിങ്ങൾക്ക് തന്ന ഒരു സമ്മാനമാണ്. ഈ തിരിച്ചറിവിന് പറയുന്ന പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത. അതുകൊണ്ട് ആരെയും അവഗണിക്കാതിരിക്കുക. ഗുഡ് പീപ്പിൾ, ബാഡ് പീപ്പിൾ, ഗുഡ് ഇൻസിഡൻസ്, ബാഡ് ഇൻസിഡൻസ്, ബെസ്റ്റ് പീപ്പിൾ ആൻഡ് വേഴ്സ്റ്റ് പീപ്പിൾ, ബെസ്റ്റ് ഇൻസിഡൻസ് ആൻഡ് വേഴ്സ്റ്റ് ഇൻസിഡൻസ് എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചാൽ പ്രിയപ്പെട്ടവരെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് പറ്റും. എല്ലാവർക്കും ചിരപരിചിതമായ ഒരു പാട്ടാണ്. ഞാൻ ഈ പാട്ട് പരിചയപ്പെടുത്തുന്നതിന് മുൻപ് അതിനൊരു ക്ലൂ തരാം. ഒരുപക്ഷെ യൂട്യൂബൊക്കെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും അതിൻ്റെ ചില വിശേഷണങ്ങൾ കിട്ടും. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ക്രിസ്ത്യൻ സംഗീതങ്ങളിൽ, ദേവാലയ സംഗീതത്തിൽ മുഴങ്ങിക്കേട്ട ഏറ്റവും മനോഹരമായ ഒരു പാട്ട് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ പോലും. യൂട്യൂബിലൊക്കെ അങ്ങനെ കൊടുത്തിരിക്കുക. ഏതാണ്ട് 10-12 വർഷം പഴക്കമുള്ള പാട്ടാണ്. എല്ലാവർക്കും ആ പാട്ട് നാവിൻ തുമ്പിലുണ്ട്. ഒരിക്കലെങ്കിലും ആ പാട്ട് പാടാത്തവരായിട്ട് ആരുമില്ല. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങൾ 116:12 ഗാനാവിഷ്കാരമാണ് ഈ പാട്ട്. അപ്പോൾ എന്താണ് സങ്കീർത്തനം 116:12? കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും. പാട്ട് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അറിയാവുന്നവർ പാടിക്കൊള്ളുക. നിങ്ങളുടെ നാവിൻ തുമ്പിലുണ്ട്. ഏതാണ് ആ പാട്ട്? കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും എന്നുള്ള അർത്ഥം വരുന്ന അതിമനോഹരമായ പാട്ട്. ഒരിക്കലെങ്കിലും ഈ പാട്ട് മൂളാത്തവർ ഇല്ല എന്നെനിക്ക് ഉറപ്പാണ്. അത് മറ്റൊന്നുമല്ല, ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ശരിയല്ലേ? ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതകാലം മുഴുവനും നന്ദി പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ്, ഇതാണ് ഏറ്റവും വലിയ ആറ്റിറ്റ്യൂഡ്, ഇതാണ് ഏറ്റവും വലിയ മനോഭാവം. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇതുപോലെ ദൈവം നൽകിയിട്ടുള്ള നന്മകൾ, ദൈവം അനുവദിച്ചിട്ടുള്ള ചില ബാഡ് എക്സ്പീരിയൻസ്, ചില സഹനാനുഭവങ്ങൾ, ചില മരുഭൂമി അനുഭവങ്ങൾ, ചില വേദനകൾ, വേഴ്സ്റ്റ് ആൻഡ് ബെസ്റ്റ്, ഇതിനെല്ലാം കൃതജ്ഞതയുടെ മനോഭാവത്തോടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും സന്തോഷമാണ്, എപ്പോഴും ആനന്ദമാണ്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ എന്ന വചനം ഇങ്ങനെയാണ് നമ്മുടെ ആത്മാവിൽ മാംസം ധരിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കാം പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ പേര് ഏത് പേര് വിളിച്ചാലും നിങ്ങളുടെ ഔദ്യോഗികമായ പേര്, സ്വർഗത്തിൻ്റെ പേര് പ്രകാരം കണക്ക് പുസ്തകത്തിൽ നിങ്ങളുടെ പേര്, നമ്മുടെ പേര് ആത്മാവെന്നാണ്. അതുകൊണ്ട് ഈ ചെറിയ പ്രവാസ കാലഘട്ടത്തിൽ ഏറിയാൽ 70-80 അത്രയുമൊക്കെ പോകുമോ അറിഞ്ഞുകൂടാം, ചിലപ്പോൾ അതിന് മുൻപോട്ട് പോകാം, ഒക്കെ ആസ്വദിക്കുക. പക്ഷേ ഈ പ്രവാസ കാലത്തിൽ ഈ ആത്മാവിനും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ഒരൊറ്റ കുറുക്ക് വഴിയേ ഉള്ളൂ. ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങളോർത്ത്, ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് എപ്പോഴും സന്തോഷത്തോടെ ഗ്രാറ്റിറ്റ്യൂഡിനൽ ആറ്റിറ്റ്യൂഡ്, കൃതജ്ഞതയുടെ ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. കൃതജ്ഞതയാണ് ദൈവത്തിന് സ്വീകാര്യമായ ഏറ്റവും വലിയ ബലി. ചരിത്രം പഠിപ്പിക്കുന്നു, വിശുദ്ധരായ ഫ്രാൻസിസ് അസീസിയിലെ വിശുദ്ധനായ ഫ്രാൻസിസിന് ഒരു ജീവിതത്തിൻ്റെ പ്രത്യേകമായ വരം ദൈവം കൊടുത്തിരുന്നു. ആ വരത്തിൻ്റെ പേരാണ് ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ്. അതൊരു വരമാണ് കേട്ടോ. കണ്ണുനീരിൻ്റെ വരമുണ്ട്, ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ്. ചരിത്രം എല്ലാവർക്കും അറിയാം. വലിയ മുതലാളിയായിരുന്ന, വലിയ ബിസിനസ്സുകാരനായിരുന്ന
തൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ ഈ മകനിൽ ഇനി കൊണ്ടുപോകണം എന്ന വലിയ സ്വപ്നങ്ങളുമായിട്ട് മുൻപോട്ട് പോയ ഒരപ്പനെ ഒരുപാട് വേദനിപ്പിച്ചാണ് ഈ ചെറുപ്പക്കാരൻ വലിയ വിപ്ലവാത്മകരമായ തീരുമാനമെടുത്തത്. ദൈവത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി. തൻ്റെ പുറങ്കുപ്പായം പോലും വലിച്ചെറിഞ്ഞ് നഗ്നപാതുകനായിട്ടാണ് അദ്ദേഹം തൻ്റെ വീട് വിട്ടിറങ്ങിയത്. ഇതൊക്കെ ചരിത്രമാണ്. എപ്പോഴും കരയുമായിരുന്നു. ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ്. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും വർത്തമാനം പറയുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് 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 നടക്കുന്ന ഒരു സ്വഭാവം ഈ പ്രിയപ്പെട്ട ഫ്രാൻസിനുണ്ടായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ ലിയോ ചോദിച്ചു, ഗുരു, പ്രിയപ്പെട്ടവനെ, എന്താണ് കരയുക? എപ്പോഴും അങ്ങേക്ക് കരച്ചിൽ മാത്രമേ ഉള്ളല്ലോ. ഇനി വന്ന വഴി എങ്ങാനും തെറ്റിപ്പോയി എന്ന ഒരു കുറ്റബോധം മനസ്സിലുണ്ടോ? അപ്പൻ്റെ വലിയ ബിസിനസ് സാമ്രാജ്യമൊക്കെ തട്ടിത്തെറിപ്പിച്ച് നഗ്നപാതുകനായി ഇറങ്ങി എല്ലാം നഷ്ടപ്പെടുത്തിയവനെ പോലെയായി എന്ന ഒരു കുറ്റബോധം, സങ്കടമൊക്കെ മനസ്സിലുണ്ടോ? അതുകൊണ്ടാണോ ഈ ഒരു കുറ്റബോധത്തിൽ നിന്നാണോ ഈ കരച്ചിലുണ്ടാവുക? ഇത് കേൾക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ പറയുമായിരുന്നു, അല്ല പ്രിയപ്പെട്ട സഹോദര, ദൈവം നടത്തുന്ന വഴികളെപ്പറ്റി ചിന്തിക്കുമ്പോൾ സന്തോഷം കൊണ്ട്, നന്ദി കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ഓർക്കണം, ഒരു നേരം പോലും ശരിക്കും ആഹാരം കഴിക്കാൻ കിട്ടാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. തണുപ്പകറ്റാൻ വസ്ത്രമില്ല, പുതപ്പില്ല, കാലിൽ ചെരുപ്പില്ല, കിടക്കാൻ ഇടമില്ല. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരു മൃഗത്തെ പോലെ, പട്ടിയെപ്പോലെയൊക്കെ തല്ലി ഓടിച്ച ജീവിതാനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ട്. ചരിത്രം എല്ലാവർക്കും അറിയാം. ഈ ജീവിതാനുഭവങ്ങളിലും വേഴ്സ്റ്റ് എക്സ്പീരിയൻസിലുമാണ് ഈ മനുഷ്യന് പറയാൻ പറ്റിയത്, ദൈവം നടത്തുന്ന വഴികളെപ്പറ്റി ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ എനിക്ക് കരയാതിരിക്കാൻ പറ്റില്ല. ഈ കരച്ചിലിൻ്റെ പേരാണ് ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ്. അതുണ്ടാവണമെങ്കിൽ, ആനന്ദമുണ്ടാവണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കണമെങ്കിൽ ഈ കൃതജ്ഞതയുടെ, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ വളർത്തിയേ പറ്റൂ. നമ്മൾ അത് പരിശീലിച്ചേ പറ്റൂ. ഈശോ അനുഗ്രഹിക്കട്ടെ. Thank you very much. ഹാപ്പിനെസ് എന്ന ഷോർട്ട് വീഡിയോയുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മയ്ക്കായി സെക്യൂരിറ്റി ജീവനക്കാരായ സുഹൃത്തുക്കൾക്ക് അന്നം വിളമ്പുന്ന യുവതി. ഹൃദയസ്പർശിയായ ഒരു കഥ നമുക്ക് കാണാം.
ഓരോ നഷ്ടങ്ങളും, കടന്നുപോയ ഓരോ വേദനകളും, ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രതിസന്ധികളും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവയ്ക്ക് പിന്നിൽ ഇതുപോലെ നമുക്ക് അർത്ഥങ്ങളും എന്തെങ്കിലുമൊക്കെ നിയോഗങ്ങളും കണ്ടെത്താൻ സാധിക്കും. അവയായിരിക്കും നമുക്ക് മുൻപോട്ട് പോകാനുള്ള കരുത്ത് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില നഷ്ടങ്ങളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിക്കാൻ സാധിക്കുന്നത് അവയിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അർത്ഥം കണ്ടെത്താൻ കഴിയുമ്പോഴാണ്. 2 മക്കളും വിഷാദരോഗത്തിന് അടിമകളായി ആത്മഹത്യ ചെയ്ത ഒരു മാതാപിതാക്കളെ കണ്ടുമുട്ടിയത് ഓർമ്മയുണ്ട്. രോഗം നേരത്തെ കണ്ടെത്തിയിരുന്നെങ്കിൽ അവരെ ചികിത്സിച്ച് രക്ഷപ്പെടുത്താമായിരുന്നല്ലോ എന്നുള്ള കുറ്റബോധവും വേദനയും അവർ അതിജീവിച്ചിരുന്നത് ഇതിനെക്കുറിച്ച് പഠിക്കുകയും അനേകരെ ബോധവൽക്കരിക്കുകയും ഡിപ്രഷനിലൂടെ കടന്നു പോയിരുന്ന അനേകം യുവതീ യുവാക്കൾക്ക് ചികിത്സ കിട്ടാൻ സഹായിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ, അവയ്ക്ക് നാം കണ്ടെത്തുന്ന അർത്ഥങ്ങൾ, അവയുടെ പിന്നിൽ നാം കണ്ടെത്തുന്ന നിയോഗങ്ങൾ, ചിലപ്പോൾ അതൊക്കെ ജീവിത നിയോഗത്തിലേക്ക് തന്നെയുള്ള ഒരു വാതിലായി മാറാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഹെലൻ കെല്ലർ അവളുടെ അന്ധതയെ അനേകം അന്ധർക്ക് വെളിച്ചം നൽകുന്ന ലിപിയാക്കി രൂപാന്തരപ്പെടുത്തിയത്. വിശുദ്ധ ആഞ്ചൽ ബർട്ടിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഒരു ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ തുടങ്ങുന്നതിന് മുൻപ് അതിലുള്ളതൊക്കെയും ആദ്യം മായ്ച്ചു കളയുന്നു. ഞാനാകുന്ന ബ്ലാക്ക് ബോർഡിൽ മായ്ച്ചു കളയുവാൻ ഒത്തിരി ഉണ്ടായിരുന്നു. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ.